നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. IPLൻ്റെ ഉദ്ഘാടന മത്സരത്തിൽ RCBയെ നേരിടാൻ പോവുകയാണല്ലോ SRH. നമ്മളിപ്പോൾ ഓരോ ടീമുകളുടെയും സ്ക്വാഡ് അനാലിസിസുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഓൾറെഡി നമ്മൾ 3-4 ടീമുകളുടെ സ്ക്വാഡ് അനലൈസ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ഈ വീഡിയോയിൽ SRHനെ കുറിച്ചാണ് ഒന്ന് വിശകലനം ചെയ്യുന്നത്. പ്രമുഖ ക്രിക്കറ്റ് പോർട്ടലുകളുടെ നിരീക്ഷണങ്ങൾ, നമ്മുടെ അഭിപ്രായങ്ങൾ എല്ലാം കൂടി ചേർത്തുകൊണ്ടാണ് ഈ അനാലിസിസ്. നിങ്ങൾക്കറിയാവുന്ന പോലെ SRHനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടി എന്നുള്ളത് അവരുടെ ക്യാപ്റ്റൻ പാറ്റ് കമിൻസിന് ആദ്യത്തെ കുറച്ച് മത്സരങ്ങൾ കളിക്കാൻ കഴിയില്ല. പക്ഷേ അദ്ദേഹത്തിന് റീപ്ലേസിംഗ് ആയിട്ട് ക്യാപ്റ്റനെ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇഷാൻ കിഷനെയാണ്. ഇഷാൻ കിഷൻ ഇപ്പോൾ വീണ്ടും ഫോമിലാണ്. അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസം ടീമിന് ഗുണകരമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ഇന്നലെ പ്രാക്ടീസ് മാച്ച് ഉണ്ടായിരുന്നു. SRHയും SRHBയും തമ്മിൽ ടീം സ്ക്വാഡ് രണ്ടായി തിരിഞ്ഞുകൊണ്ടുള്ള കളി. അതിൽ ഇഷാൻ 25 പന്തിൽ നിന്ന് 72 റൺസാണ് അടിച്ചു കൂട്ടിയത്. വെടിക്കെട്ടായിരുന്നു. എന്നാലും അതിൻ്റെ റിസൾട്ട് എന്തായെന്ന് ചോദിച്ചാൽ SRHA 9 വിക്കറ്റിന് 253 റൺസ്, SRHB 9 വിക്കറ്റിന് 282 റൺസ്. ഒരു ഹൈ സ്കോറിംഗ് ഇന്നിങ്സാണ് രണ്ട് ഭാഗത്തുനിന്നുണ്ടായത്. നിതീഷ് കുമാർ റെഡ്ഡിയുടെ ബൗളിംഗ് എടുത്തു പറയണം. ഈ ഒരു ഹൈ സ്കോറിംഗ് പിച്ചിൽ, ബാറ്റിംഗ് പാരഡൈസിൽ അദ്ദേഹം 4 ഓവറിൽ 32 റൺസിന് 3 വിക്കറ്റുകൾ വീഴ്ത്തുകയുണ്ടായി. പ്രാക്ടീസ് മാച്ചാണ്, റിസൾട്ടിന് വലിയ പ്രാധാന്യമൊന്നുമില്ല എന്ന് എല്ലാവർക്കും അറിയാലോ. ഇപ്പോൾ കഴിഞ്ഞ തവണ എല്ലാം പിഴച്ചു പോയൊരു SRHനെ നമ്മൾ കണ്ടത്. മികച്ച വെടിക്കെട്ട് ടീമൊക്കെ ഉണ്ടായിരുന്നു. അവരെപ്പോൾ 300 അടിക്കുമെന്നുള്ളതാണ് എല്ലാവരും ഇട്ട് നോക്കിയത്. പക്ഷേ ടീം ആകെ തകരുന്നൊരു കാഴ്ച. ഇത്തവണ അതിനൊരു തിരിച്ചടി അല്ലെങ്കിൽ ഒരു തിരിച്ചുവരവ് ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണല്ലോ എല്ലാവരും ഇരിക്കുന്നത്. ആദ്യം നമുക്ക് അവരുടെ സ്ക്വാഡ് നോക്കാം. സ്ക്വാഡിൽ എന്ത് മാറ്റങ്ങൾ എന്നുള്ളത് ഓരോന്നായിട്ട് നമുക്ക് വിശദീകരിക്കുകയും ചെയ്യാം. ഇപ്പോൾ ഒഫീഷ്യലായിട്ട് IPL തന്നിട്ടുള്ള ഡാറ്റയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിൽ ബാറ്റേഴ്സായിട്ട് ഇഷാൻ കിഷൻ, അനികേത് വർമ്മ, അതുപോലെ സ്മരൺ രവിചന്ദ്രൻ, സലിൽ അറോറ, ഹെൻറി ക്ലാസൻ, ട്രാവിസ് ഹെഡ് എന്നിവരാണ് അവരുടെ ബാറ്റർമാരായിട്ടുള്ളത്. ഇതിൽ സലിൽ അറോറയും ഹെൻറി ക്ലാസനും വിക്കറ്റ് കീപ്പർ ബാറ്റർമാരാണ്. ഓൾറൗണ്ടേഴ്സായിട്ട് ഹർഷൽ പട്ടേൽ, കാമിൻഡു മെൻഡിസ്, ഹർഷ് ഡ്യൂബെ, ബ്രേഡൻ കാർസ്, ശിവാങ് കുമാർ, പിന്നെ ഫുൽറ്റേറ, ലിയാം ലിവിങ്സ്റ്റൺ, ജാക്ക് എഡ്വേർഡ്സ്, അദ്ദേഹം ഇപ്പോൾ റൂൾഡ് ഔട്ടായി പരിക്കിൻ്റെ പ്രശ്നങ്ങൾ കാരണം. പിന്നെ അഭിഷേക് ശർമ്മ, നിതീഷ് കുമാർ റെഡ്ഡി. ബൗളേഴ്സായിട്ട് പാറ്റ് കമിൻസ്, ആദ്യത്തെ കുറച്ച് മത്സരങ്ങൾ അദ്ദേഹം ഉണ്ടാവില്ല, പക്ഷെ തിരിച്ചെത്തും. പിന്നെ ഷീസൻ അൻസാരി, ജയദേവ് ഉനദ്കർ, ഇസാൻ മലിംഗ, സാക്കിബ് ഹുസൈൻ, ഓങ്കാർ ടർമലെ, അമിത് കുമാർ, പ്രഫുൽ ഹിഞ്ചെ, ശിവം മാവി. ഇതാണ് അവരുടെ ഒരു സ്ക്വാഡ്. മറ്റേ നോട്ടത്തിൽ നോക്കുമ്പോൾ മോശമല്ലാത്ത നല്ല ഫയർ പവറുള്ള ഒരു ബാറ്റിംഗ് ലൈനപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സ്ക്വാഡിലേക്ക് നമ്മൾ വളരെ പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ അവർ റീറ്റെയിൻ ചെയ്ത പ്ലെയേഴ്സ് ട്രാവിസ് ഹെഡ്, അഭിഷേക് ശർമ്മ, നികേത് വർമ്മ, സ്മരൺ, പിന്നെ ഇഷാൻ കിഷൻ, ഹെൻറി ക്ലാസൻ, നിതീഷ് കുമാർ റെഡ്ഡി, ഹർഷ് ഡ്യൂബെ, കാമിൻഡു മെൻഡിസ്, ഹർഷൽ പട്ടേൽ, ബ്രേഡൻ കാർസ്, പാറ്റ് കമിൻസ്, ജയദേവ് ഉനദ്കർ, ഇസാൻ മലിംഗ, ഷിസൻ അൻസാരി എന്ന് പറയുമ്പോൾ അവരുടെ കഴിഞ്ഞ തവണത്തെ കോർ അവിടെ തന്നെ നിലനിർത്തിയിട്ടുണ്ട് എന്ന് പറയേണ്ടി വരും. അവർ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള കഴിഞ്ഞ ഓപ്ഷനിൽ കൊണ്ടുവന്ന താരങ്ങൾ എന്ന് പറഞ്ഞാൽ ലിയാം ലിവിങ്സ്റ്റൺ, ശിവം മാവി, ശിവാങ് കുമാർ, സലിൽ അറോറ, സാക്കിബ് ഹുസൈൻ, ഓങ്കാർ ടർമാലെ, അമിത് കുമാർ, പ്രഫുൽ ഹിഞ്ചെ, അതുപോലെ ക്രൈൻസ് ഫുൽറ്റേഡ, ജാക്ക് എഡ്വേർഡ്സ് റൂൾഡ് ഔട്ടായി. ഇതാണ് അവരുടെ ഒരു സ്ക്വാഡിലുണ്ടായിട്ടുള്ള മാറ്റം. അപ്പോൾ എന്താണ് അവരുടെ ശക്തി? നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ അവരുടെ സ്ട്രെങ്ത് എന്താണ്? എന്ത് സംശയം? എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ബാറ്റിംഗ് ലൈനപ്പാണ്. എന്നാൽ വീക്ക്നെസ് എന്താണെന്ന് ചോദിച്ചാൽ ബൗളിംഗ് ഒരല്പം വീക്കല്ലേ. പ്രത്യേകിച്ച് പാറ്റ് കമിൻസ് ആദ്യത്തെ കുറച്ച് മത്സരങ്ങൾ കളിക്കാനില്ല എന്നുകൂടി പറയുമ്പോൾ ബൗളിംഗ് ഒരല്പം വീക്കാണെന്ന് പറയേണ്ടി വരും. SRHനെ സംബന്ധിച്ചിടത്തോളം വൺ ഓഫ് ദി മോസ്റ്റ് ഡിസ്ട്രക്റ്റീവ് ഓപ്പണിംഗ് പെയർ അവരുടെ സ്ക്വാഡിലുണ്ട്. അഭിഷേക് ശർമ്മയും ട്രാവിസ് ഹെഡും ചേർന്നൊരു പൊളിച്ചെടുക്കലങ്ങ് തുടങ്ങിയാലേ എതിർ ടീമിൻ്റെ ബൗളർമാർ നന്നായിട്ട് അടികിട്ടി വലയും. അതുതന്നെയാണ് അവരുടെ ഏറ്റവും വലിയ ശക്തി, ഹെഡ് ആൻഡ് അഭിഷേക്. പിന്നെ തൊട്ട് പിന്നാലെ നമ്പർ 3 ഇഷാൻ കിഷൻ്റെ വരവ്. അദ്ദേഹം ഇപ്പോൾ മിന്നും ഫോമിലാണ്. സോ ഇതൊരു ഇൻക്രെഡിബിൾ ടോപ്പ് 3 ആണെന്ന കാര്യത്തിൽ തർക്കമില്ല. മിഡിൽ ഓർഡറിൽ നിതീഷ് കുമാർ റെഡ്ഡി, ഹെൻറി ക്ലാസൻ, വീണ്ടും അടി
പൂരം അവിടെ ഉണ്ടാവും. പിന്നെ ഫോമിലേക്ക് ലിയാം ലിവിങ്സ്റ്റൺ എത്തുകയാണെങ്കിൽ പിടിച്ചാൽ കിട്ടാത്ത സ്കോറിലേക്ക് SRH പോയാൽ അത്ഭുതപ്പെടേണ്ടതില്ല. എന്നാൽ ബൗളിങ്ങിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ പാറ്റ് കമിൻസ് ഇല്ല. അത് കുറച്ച് കളികൾക്ക് അതവർക്ക് തിരിച്ചടിയാണ്. ഷാമിയെ ലക്നൗ സൂപ്പർ ജയൻസിലേക്ക് അവർ ട്രേഡ് ചെയ്തത് ഇത്തരമൊരു ഘട്ടത്തിലാണ് അവരെ ഹേർട്ട് ചെയ്യാൻ പോകുന്നത്. പിന്നെ സ്പിൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അതും ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിട്ടുണ്ട് അതും സാംബയുടെ റിലീസിന് ശേഷം നോക്കുമ്പോൾ. സോ കമിൻസ് ഓൾറെഡി ഇഞ്ചുറിയോട് ബാറ്റിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ മൊത്തത്തിൽ അവരുടെ ബൗളിംഗ് ഒരൽപ്പം വീക്കല്ലേ എന്നുള്ള തോന്നലാണുള്ളത്. പിന്നെ ഇപ്പോൾ ഇതൊക്കെ ശരിയാക്കി കൊണ്ടുവരാനുള്ള ബൗളേഴ്സ് ആരാണ് എന്നുള്ള ചോദ്യം അവിടെ ബാക്കി നിൽക്കുന്നുണ്ട്. കാരണം അവരുടെ ബൗളിംഗ് ലൈനപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ അറിയാമല്ലോ, നമുക്ക് വളരെ കൃത്യമാണ്. ഇനിയിപ്പോൾ ജയദേവ് ഉനർക്കട്, അതുപോലെ തന്നെ ഇസാൻ മലിംഗ, പിന്നെ നമ്മുടെ ഹർഷൽ പട്ടേൽ, ഇവരൊക്കെ ബൗൾ ചെയ്തിട്ട് കമിൻസിൻ്റെ അഭാവം നികത്തുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടാ? അപ്പോൾ അതൊക്കെ ഒരു 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 ഇഷ്യൂ ആയിട്ട് ബൗളിംഗ് ഒരൽപ്പം വീക്കായി പോയിട്ടുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ഏതായാലും ഇവിടെ SRH കൃത്യമായിട്ട് എയിം ചെയ്യുന്നത് ബൗൺസ് ബാക്ക്, തിരിച്ചു വരിക എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ IPL അവർ 2024 റണ്ണേഴ്സപ്പ് ആയിരുന്നു. എന്നാൽ 2025 അവർ ആ ഒരു മികവിലേക്ക് എത്തിയില്ല. ദേ വെർ ഫാർ ഫ്രം ദി ബെസ്റ്റ്. സോ ഓറഞ്ച് ആർമി ഇപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ തവണത്തെ കാര്യങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ശക്തമായി തിരിച്ചു വരിക. കഴിഞ്ഞ തവണ 14 കളികളിൽ 6 എണ്ണം മാത്രമാണ് വിജയിച്ചിട്ടുണ്ടായിരുന്നത്. പോയിന്റ് ടേബിളിൽ അവർ 6ാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ തീർച്ചയായിട്ടും അവരെതിരാളികൾ ഭയക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ അവരുടെ ബാറ്റിങ്ങിനെ ഭയന്നേ പറ്റൂ. ക്ലാസനും അഭിഷേക് ശർമ്മയും ഇഷാൻ കിഷനും ട്രാവിസ് ഹെഡും എല്ലാവരും കൂടി ചേരുമ്പോൾ വമ്പൻ സ്കോറിലേക്ക് അവരെത്തിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ബട്ട് വിത്ത് ബോൾ കമിൻസിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഈ പ്രശ്നം കൂടി നിൽക്കുമ്പോൾ അവർക്ക് തിരിച്ചടി തന്നെയാണ്. ഓപ്പണിംഗ് മാച്ചിന് അവർ ഏത് തരത്തിലുള്ള 11 ഇറക്കും എന്നുള്ളൊരു ചോദ്യമുണ്ടല്ലോ. നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ അവരുടെ ഒരു പ്രോബിൾ 11 നോക്കിയാൽ ട്രാവിസ് ഹെഡ്, അഭിഷേക് ശർമ്മ, ഇഷാൻ കിഷൻ, അദ്ദേഹമാണ് താൽക്കാലികമായിട്ട് ക്യാപ്റ്റൻ, നിതീഷ് കുമാർ റെഡ്ഡി, ഹെൻറിക് ക്ലാസൻ, ലിയാം ലിവിങ്സ്റ്റൺ, അനികേത് വർമ്മ, ഹർഷൽ പട്ടേൽ, ഷിസിൻ അൻസാരി, ജയദേവ് ഉനഡ്കഡ്, ഇസാൻ മലിംഗ, ഇങ്ങനെയുള്ളൊരു 11 കൊണ്ട് അവർ ഇറങ്ങാൻ സാധ്യതയുണ്ട്. ഇമ്പാക്റ്റ് പ്ലെയറായിട്ട് ഹർഷ്ദീപയെ ഉപയോഗപ്പെടുത്തിയേക്കും. അത് കളിയുടെ കണ്ടീഷനൊക്കെ അനുസരിച്ചാണ് സംഭവിക്കാൻ പോകുന്നത്. ഏതായാലും SRHനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തവണ പരാജയപ്പെട്ടിട്ടുള്ള ബാറ്റിംഗ് നിരയാണെന്നുള്ളത് മറക്കുന്നില്ല. പക്ഷേ അതേ ബാറ്റിംഗ് നിരയുടെ കോറൊക്കെ അവിടെ തന്നെയുണ്ട്. കൂടാതെ ഇപ്പം ഇന്നും ഫോമിലുള്ള താരങ്ങളാണ് പലരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു വെടിക്കെട്ട് അവരിൽ നിന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞേക്കും. പക്ഷേ ബൗളിങ്ങിൻ്റെ കാര്യത്തിൽ ആശങ്കയുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോസ് അനുഭവിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.